അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ വേറൊരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി ആണോ എന്ന് ഞാൻ ചോദിച്ചത് ജമാഅത്ത് ഇസ്ലാമി എന്തോ വിപത്താണെന്നുള്ളൊരു ധാരണയിലോ തെറ്റിദ്ധാരണയിൽ നിന്നുമാണ്. എന്തായാലും പൊതുവേ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ചോദ്യം അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പേടിക്കേണ്ട ഒരു സംഘടനയാണ്. ചോദ്യം വളരെ പ്രസക്ത. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ കേരളത്തിൽ 948 മുതൽക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ചത്. അത് തുടങ്ങിയത് അവിഭക്ത ഇന്ത്യയിൽ ആണ്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം 948 ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി സെപ്പറേറ്റ് ബോഡി ആയിക്കൊണ്ട് തുടങ്ങി. അതപ്പം തന്നെ കേരളത്തിൽ തന്നെ ശാഖയും വന്നു. അന്ന് മുതൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ സമുദായത്തിൽ നിന്നാണ് ഏറ്റവും അധികം എതിർപ്പുണ്ടായത്. ഇതൊരു പുത്തൻ പ്രസ്ഥാനമാണ്, മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരോപണങ്ങളൊന്നുമല്ല, അന്ന് ഇത്തരം മതപരമായ കാര്യങ്ങളിലൊക്കെ ഭിന്നാഭിപ്രായത്തിൻ്റെ പെടുത്തിക്കൊണ്ട് വന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുമ്പോട്ട് പോയത്. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, മുസ്ലിമീങ്ങൾ അന്ന് നടത്തുന്ന മിക്കവാറും പത്രങ്ങളല്ല മാസികകളൊക്കെ ഉണ്ടാവുക, അതെല്ലാം അറബി മലയാളത്തിലാണ്. മലയാളത്തിലൊരു ബന്ധുവില്ല. പുസ്തകങ്ങൾ പോലും പാഠപുസ്തകങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന അറബി മലയാളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറക്കണം, പത്രവും മലയാളത്തിൽ ഇറക്കണം. അങ്ങനെ പ്രബോധന മാധ്യമമായി മലയാളത്തിൽ തന്നെ ഇറങ്ങി. അപ്പോൾ വായന താല്പര്യമുള്ള ആളുകൾ പൊതുവെ അത് വായിക്കാൻ തുടങ്ങി. അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ യോജിപ്പുണ്ടായാലും ഇല്ലെങ്കിലും ശരി. അപ്പോൾ ആ നിലയിൽ ഇങ്ങനെ പോരുന്നതാണ്. അപ്പോൾ മാധ്യമം തുടങ്ങിയപ്പോഴും അതാണ് ഉണ്ടായത്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വാർത്തകൾ മാത്രമോ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടൊന്നും അല്ല അത് ആരംഭിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയുടെ വാർത്തകളും കൊടുക്കും എന്നല്ലാതെ അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട്, സ്വാധീനം എത്രത്തോളം നല്ലപോലെ ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ പൊതുവായ വാർത്തകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു. പക്ഷേ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഴിയുന്നത്ര വസ്തുനിഷ്ഠമായിരിക്കണം. വെറുതെ വളച്ചൊടിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൊടുക്കരുത്. തെറ്റുപറ്റിയാൽ അത് തിരുത്തുകയും വേണം എന്നൊക്കെ തീരുമാനിച്ചാൽ തുടങ്ങിയത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇതുവരെ കൂട്ടിക്കെട്ടിക്കുന്നത് താല്പര്യങ്ങളടിച്ചാൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് CPM ആണ്. പക്ഷേ ഈ CPM ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എത്ര കാലം നേടി. ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. AK സെൻറ്റർ ഡൽഹി, AK സെൻറ്റർ തിരുവനന്തപുരം, അതുപോലെ പിണറായി വിജയൻ, നേരത്തെ ഉണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, ഇവരൊക്കെ സംസാരിക്കുന്നത് ഈ ഇലക്ഷനൊക്കെ വരുന്ന അവസരത്തിൽ പിന്തുണ നേടും. അപ്പോൾ അത് കൊടുക്കും, ചിലപ്പോൾ കൊടുത്തില്ലെന്നും വരും. അങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതിയിൽ. പിന്നെ ഇപ്പോൾ അവർ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യധാര മതരാഷ്ട്രവാദമൊക്കെ ആരോപിച്ച് RSSന് സമീകരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയ താല്പര്യം എന്നല്ലാതെ വസ്തു കയ്യിലൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനെയൊന്നും ഉണ്ടോ ഈ മതരാഷ്ട്രവാദം എന്നുള്ളൊരു നിലപാട്? എന്താ ഈ മതരാഷ്ട്രം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇസ്ലാമിൽ മതരാഷ്ട്രം ഇല്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തിയോളജിക്ക് പൂർണ്ണമായും എതിരാണ്. പൗരോഹിത്യം ഉണ്ടാകുമ്പോഴാണ് തിയോളജി ഉണ്ടാവുക, അല്ലേ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണുള്ളത്. അത് ദോഷമാണോ ഗുണമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായത്, അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ടായത്. ഇസ്ലാമിന് അങ്ങനെ സിസ്റ്റമേ ഇല്ല. ആ നിലയിൽ ഈ പുരോഹിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ മറ്റോ ചെയ്യുന്ന ഒരു പ്രശ്നം ഇസ്ലാമിൽ ഉണ്ടായില്ല. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മൂല്യങ്ങൾ മാത്രം അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് രാഷ്ട്രീയമാണെന്ന് വെച്ചാൽ സത്യസന്ധത പാടില്ല, അതിൽ അഴിമതി ഉണ്ട് എന്നൊന്നും പെക്കിടാൻ പറ്റില്ലല്ലോ. സത്യസന്ധമായിട്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതും ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ജനങ്ങളുടെ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ കഴിയുന്ന അനേകം കൂടിയ ആളുകളുണ്ട്. അവരുടെ താല്പര്യത്തിന് മുൻഗണന നൽകുക, ഭരിക്കുന്നവർ അഴിമതി കാണിക്കാതിരിക്കുക, അങ്ങനെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് അവതരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ആണ്. അങ്ങനെ വ്യക്തമായി. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് അതിന് മതരാഷ്ട്രമാണെന്ന് എങ്ങനെ പറയാം? അങ്ങനത്തെ ഒരു ഐഡിയോളജി ഇല്ല. അപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനെ കോട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഇത്. അതെ, അദ്ദേഹം തന്നെ വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നുണ്ട്, പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അദ്ദേഹം ജീവിതം ആരംഭിക്കുമ്പോൾ പത്രപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. ആ സമയത്താണ് ഖിലാഫത്ത് പ്രക്ഷോഭമൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിനൊന്ന് 18 വയസ്സ് പറ്റുള്ളൂ. ഈ സമയത്തൊക്കെ മുസ്ലിങ്ങൾ ആകെ ഖിലാഫത്ത് കോൺഗ്രസ് സഹകരിച്ചുകൊണ്ട് നടക്കുന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ആദ്യത്തിൽ. പിന്നെ അദ്ദേഹം എഴുതി. ഇത് മുമ്പോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഖിലാഫത്ത് എന്താണെന്ന് അറിയാതെയാണ് ഇവർ ഈ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുക്കുന്നത്.
ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റാണല്ലോ ഖിലാഫത്ത്. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്നാണ് ഇവർക്കറിയോ? അറിയില്ല. അറിയിച്ചു കൊടുക്കാൻ ആരും പരിപാടിയുണ്ടോ? അതുമില്ല എന്ന്. അപ്പോൾ ഈ പണിക്ക് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ തുർക്കിയിലാണ് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം. തുർക്കി അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. തുർക്കിയിൽ കമാൽ അത്താതുർക്കിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടന്നതോടുകൂടി അവിടെ ഖിലാഫത്ത് ഇല്ലാതായി തീർന്നു. ആ ഖിലാഫത്തിന് വേണ്ടി ഇവിടുന്ന് പക്ഷം കൂട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത്? ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വീക്ഷണവുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം പോലുള്ള ചില പുസ്തകങ്ങൾ എഴുതി. അതിലദ്ദേഹം എഴുതി യൂറോപ്യൻ കൺസെപ്റ്റിലുള്ള സെക്യുലറിസം, ഡെമോക്രസി, നാഷണലിസം ഇത് അപ്പടി സ്വീകരിക്കാൻ നമുക്ക് ഇടയില്ല. ആ കാരണം വെച്ചാൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് നിരാശപരവും നിഷേധപരവുമാണ്. ഒരിക്കലും മുസ്ലിമിനകത്ത് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നാഷണലിസം എന്ന് പറയുന്നത് ദേശസ്നേഹമല്ല, അത് രാജ്യത്തെ മുഴുവൻ പിന്നെ എന്താ പറയുക നാസിസവും ഫാസിസവും ഒക്കെയാണ് അന്നത്തെ മാതൃക. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ രീതിയിൽ അതിനെ അദ്ദേഹം വിവരിച്ചത്. ആ പുസ്തകങ്ങളൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞു നടക്കുന്നത്. അത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഒരിക്കലും. അപ്പോൾ അതിനെ തിരുത്താനുള്ള ഒരു ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തി. പലപ്പോഴും വ്യക്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രീയം എന്താണ് എന്ന് ഇഷ്ടമാണ്. ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോഴും കിട്ടും. പക്ഷെ അത് ഈ ഇപ്പോൾ കേരളത്തിലെ പ്രബലമായ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം. പക്ഷെ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്ര ശക്തമായൊരു ക്യാമ്പയിൻ നടക്കുന്നത്? കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഒരു വിഭാഗം യാഥാസ്ഥിതികൾ എന്ന് പറയപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുലമയാണ്. അത് പിന്നെ രണ്ടായി പിളർന്നു, ചിലപ്പോൾ മൂന്നായി ഒക്കെ പോയി. ഒന്നാണ് അവർ മതപരം എന്ന് പറയപ്പെടുന്ന ഈ ആരാധനാകർമ്മങ്ങളിൽ, അതുപോലെ ഈ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെയാണ് അവരുടെ മുഖ്യ വിചാരസാക്ഷ്യം. ഈ രണ്ടാമത്തത് ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മുജാഹിദുകളാണ്. അവരും തന്നെ ഇതിൻ്റെ യാഥാസ്ഥികത്വത്തോടും അതുപോലെ മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ അതിനെതിരായുള്ള പോരാട്ടമാണ് അവരുടെ ഭൂമിയെ തെരഞ്ഞെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി അത് രണ്ടിനെയുമല്ല. അതിൽ ശരിയുണ്ട്, ആ ശരീരമൊക്കെ അംഗീകരിക്കാം. അതുപോലെ തന്നെ അതിൽ മുജാഹിദുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളെ തീർച്ചയായും നിരാകരിക്കാം. അതിനപ്പുറം മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ചുള്ള ദൈവിക നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ ഒരു കാര്യം തീർത്തും സമാധാനപരമായിരിക്കണം. ഒരർത്ഥത്തിലും കലാപം നടത്തലോ അല്ലെങ്കിൽ വിപ്ലവം നടത്തലോ, ഇനി സാധ്യമാണെങ്കിൽ തന്നെ സായുധ സമരം നടത്തലോ, ഇതൊന്നും അതിൻ്റെ പ്രായോഗിക മാർഗ്ഗം തിരിയല്ല. മനുഷ്യ മനസ്സിലാണ് മാറ്റങ്ങൾ വേണ്ടത് എന്നാണ് ജമാഅത്തിൻ്റെ സിദ്ധാന്തം. അതാണ് ആരംഭിച്ചത്. അതെ, അത് എന്തിനാണ് അതിനൊരു എതിർപ്പ് വരേണ്ടത്? ഇത്രയും വളരെ ക്ലാരിറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിനോട് എന്തിനാണ് മുസ്ലിം സമുദായ സംഘടനകൾ തന്നെ വലിയൊരു എതിർപ്പ് കാണിക്കുന്നത്? അത് അവരുടെ വീക്ഷണമാണ്. ശരി, അതെന്ന് പറഞ്ഞാൽ മനുഷ്യന് രാഷ്ട്രീയമായിട്ട് എന്തും ചെയ്യാം, ഏത് പാർട്ടിയിലും ചേരാം, അതിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടു കൂട്ടരും പറയുന്നത്. പക്ഷേ സമസ്ത കേരള അംഗീകരിക്കുന്ന സുന്നി സംഘങ്ങൾ അംഗീകരിക്കുന്ന അതല്ല മുജാഹിദുകൾ അംഗീകരിക്കുക, മുജാഹിദുകൾ പറയുന്നത് മറ്റൊരു അംഗീകരിക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ബാക്കി രാജ്യത്ത് നിന്ന് നടക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാവുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. എന്തിലും നമുക്ക് ഏത് പാർട്ടിയിലും ചേരാം, അതിന് പ്രവർത്തിക്കാം എന്ന് നോക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അത് സാധ്യമല്ല. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ വളരെ സദാചാരബദ്ധമായ ധാർമ്മികമായ ഒരു ജീവിതം നയിക്കാൻ കടപ്പെട്ടവരാണ്. രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളിൽ അവൻ്റേതായ പങ്ക് വഹിക്കണം. ആ മാറ്റങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ മാതിരിയാണ്. അത് സംശുദ്ധമായ ഒരു പൊതുജീവിതം, ഒരു സാമൂഹിക ജീവിതം സാധിക്കണം. അതുപോലെ സാമ്പത്തികമായി ചൂഷണത്തിൻ്റെ എല്ലാ വഴികളും ഇസ്ലാം തടഞ്ഞിരിക്കുന്നു. അതേതോ വായിക്കാൻ വേണ്ടിയുള്ള പുസ്തകം മാത്രമല്ലല്ലോ, ജീവിതത്തിലല്ലേ അങ്ങനെ വേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ആളുകൾ പാപം കഷ്ടപ്പെട്ടിരിക്കുന്നു, അപ്പോൾ സക്കാത്ത് കൊടുക്കണം ഇസ്ലാമിൽ. പക്ഷേ അത് വ്യക്തികൾ പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഖ്യ തന്നാൽ എൻ്റെ സക്കാത്ത് നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല. സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരാരോ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ഈ സംഘടിതമായി ശേഖരിക്കണം, വ്യവസ്ഥാപിതമായി കൊടുക്കണം, കണക്കും വേണം. ഈ രൂപത്തിലാണ് മാറ്റം വേണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടത്. അതുപോലെ സമുദായത്തിലെ മുതലാളിമാർ പലിശ ഇടപാടുകളിൽ ഏർപ്പെടുന്നു. ഇസ്ലാം കഠിനമായി നിരോധിച്ച ഒന്നാണ് പലിശ. പലിശ ഇല്ലാതെ വേണം കടം കൊടുക്കാൻ എന്ന് ശക്തമായി പറഞ്ഞു. അങ്ങനെ പലിശരഹിതമായിട്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കാമെന്നതിന് പുസ്തകങ്ങൾ ഇറക്കി. ഇങ്ങനെയുള്ള വരുമ്പോൾ അതിനോടൊക്കെ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വളരെ കാര്യക്ഷമമായ അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുമ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വളരെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടാണ്
ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്? അതെന്താണ് ആ സ്വീകാര്യത കിട്ടുന്നില്ലല്ലോ? അതിലൊരു രണ്ട് കാരണങ്ങൾ. ഒന്ന്, വരുന്ന എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന സമീപനം ആദ്യമേ ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അത് വരുന്ന ആളുകൾക്ക് ഒരു സർക്കിളൊക്കെ ഉണ്ടാക്കും, സ്റ്റഡി സർക്കിൾ എന്നൊക്കെ പറയും. പിന്നെ അവർക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തും. ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്കുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അനുഭാവികളെന്ന് പണ്ട് പറയുന്നതായിരുന്നു, ഇപ്പോൾ ഇന്ന് കാർക്കുന്നാണ് പറയാം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗത്വം സ്വീകരിക്കുമ്പോൾ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോരാ, സ്വന്തം ജീവിതം നന്നാക്കണം. ഞാൻ മറ്റുള്ളവരോട് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കണം. ശരിയായിട്ട് ഈ അർത്ഥത്തിൽ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിലേ മെമ്പർഷിപ്പ് കൊടുക്കൂ എന്ന് വെച്ചു. അപ്പോൾ മെമ്പർഷിപ്പ് വളരെ ചുരുങ്ങും, ഉറപ്പില്ലേ. എങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജമാഅത്തിനോട് സഹകരിക്കുന്ന ആൾ ഒരുപാടുണ്ട്. എല്ലാ പാർട്ടികളിലുണ്ട്. ഈ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, അതുപോലെ ഈ മതസംഘടനകളുമുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ജമാഅത്ത് എന്നും പ്രവർത്തിച്ചത്.